വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സിനെ ഡിഫറെൻറ്റ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിരുന്നു പഠിച്ചത്. നൗ ദ ക്രിയേറ്റീവ് ചിട്ടി ഹാസ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു. യു ഹാവ് ടു മേക്ക് എക്സാക്ട്ലി 30 button presses. What is the largest 3-digit number you can make and what is the smallest 3-digit number you can make? Creative chitti നമുക്കറിയാം, it has only the keys 1, 10, 100, 1000, 10,000 and lakh. ആ കീസ് മാത്രമേ അതിനുള്ളൂ. അപ്പൊ ആ കീസ് മാത്രം പ്രസ് ചെയ്തുകൊണ്ട്, അതും 30 ബട്ടൺ ക്ലിക്സ് കൊണ്ട് ഒരു 3-digit നമ്പർ ഫോം ചെയ്യണം. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് 3-digit നമ്പർ. എല്ലാ 3-digit നമ്പറും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ 30 ക്ലിക്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പറും അതേപോലെ സ്മോളസ്റ്റ് നമ്പറുമാണ് കണ്ടുപിടിക്കേണ്ടത്. We know that the largest 3-digit number is 999. So for 999, 9 into 100 plus 9 into 10 plus 9 into 1. So there are total number of clicks 9 plus 9 plus 9, that is 27 clicks. So 27 clicks കൊണ്ടാണ് നമുക്ക് 999 ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ വേറെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പൊ ഈ 9 ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇതിനേക്കാളും വലിയ നമ്പറിലേക്ക് അത് പോവുള്ളൂ. 27ലും കുറയില്ല, 30ലും നിൽക്കില്ല. അതിനേക്കാളും വലിയ നമ്പറിലേക്കാണ് ആ നമ്പർ ഓഫ് ക്ലിക്സ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും 999 അല്ല 30 ക്ലിക്സ് കൊണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് 3-digit നമ്പർ. അപ്പൊ നമ്മൾ ഇതിനകത്തൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നു. 9 into 100 അങ്ങനെ തന്നെ എഴുതുന്നു. Then 9 into 10 എന്നുള്ളതിന് പകരം 8 into 10. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്ലിക്സ് 9 plus 8 17 ആയിട്ടുണ്ട്. Now we need only 13 more clicks. So 13 into 1. So the total number of clicks 9 plus 8 plus 13, that is 30, and the number is 993. So 993 is the largest 3-digit number made with 30 clicks. 30 clicks കൊണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 993 ആണ്. സ്മോളസ്റ്റ് 3-digit നമ്പർ that can be made with 30 button clicks. സ്മോളസ്റ്റ് 3-digit നമ്പർ നമുക്കറിയാം 100 ആണ്. 100ന് 1 into 100 ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് 100 ഫോം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ 30 ക്ലിക്സ് ആണ് ആവശ്യം. സോ we can make it as 8 into 10 plus 22 into 1. 8 plus 22, total number of clicks 30, and the number is 102. So 102 is the smallest 3-digit number made with 30 clicks. 30 clicks കൊണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 102 ആണ്. Now the next question. 997 can be made with 25 clicks. Can you make 997 with a different number of clicks? 997 നമുക്ക് 25 clicks കൊണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതേ നമ്പറിനെ തന്നെ വേറെ നമ്പർ ഓഫ് ക്ലിക്സ് വെച്ച് ഫോം ചെയ്യാൻ പറ്റുമോ? That is 997 can be written as 9 into 100 plus 9 into 10 plus 7 into 1. ഇനി 25നേക്കാളും കുറച്ച് നമുക്ക് നമ്പർ ഓഫ് ക്ലിക്സിൽ ഈ നമ്പർ ഫോം ചെയ്യാൻ പറ്റില്ല. കാര്യം മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് ആണ് 25. ഈ 25നേക്കാളും നെക്സ്റ്റ് തൊട്ടടുത്ത് വരുന്ന നമ്പർ ഓഫ് ക്ലിക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 9 into 100 എന്നുള്ളതിനെ ചേഞ്ച് ചെയ്ത് 8 into 100 ആക്കുക. 8 into 100 ആക്കിയപ്പോൾ അവിടെ ഒരു 100ന്റെ കുറവുണ്ട്. സോ അത് ടെൻസിലേക്ക് മാറ്റുക. അപ്പൊ 9 into 10 എന്നുള്ളത് എന്താകും? 19 into 10 എന്നാകും. ആൻഡ് 7 into 1 സിമിലർ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്ലിക്സ് എത്ര വരും? 8 plus 19 plus 7, that is 34 number of clicks. അപ്പൊ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് 25 ആണ്. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ക്ലിക്സ് 34. ഓക്കെ, ഇനിയും ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് കൂടി നമ്പർ ഓഫ് ക്ലിക്സ് കൂടുതലായിട്ട് വരുന്ന ഇനിയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും
അടുത്ത വൺസിലേക്കും ടെൻസിലേക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് അടുത്ത നമ്പർ ഓഫ് ക്ലിക്സ് കിട്ടും. പക്ഷെ അതെല്ലാം ഇതിനേക്കാളും ബിഗർ നമ്പർ ആയിരിക്കും. The systematic CP is a different kind of calculator. It has the following buttons: 1, 10, 100, 1000, 10,000 and lakh. It want to be used as minimally as possible. Systematic CP എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. അതിന് കീസ് എന്ന് പറയുന്നത് 1, 10, 100, 1000, 10,000 and lakh ആണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് വെച്ച് എങ്ങനെ ഒരു നമ്പർ ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സിപി എന്ന് പറയുന്ന കാൽക്കുലേറ്റർ നോക്കുന്നത്. അപ്പോൾ ഹൗ ക്യാൻ വി ഗെറ്റ് ദ നമ്പേഴ്സ് 5072 ആൻഡ് 8300 യൂസിങ് ആസ് ഫ്യൂ ബട്ടൺ ക്ലിക്സ് ആസ് പോസിബിൾ. 5072 നേരത്തെ ഓൾറെഡി നമ്മൾ അതിന്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് വെച്ചിട്ട് 5072നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും? Here there is a table and there is a way to get the number 5072, and in that method 23 button clicks are used. That is 5 into 1000, 0 into 100, 6 into 10 and 12 into 1. The total number of clicks എന്ന് പറയുന്നത് 5 plus 6 plus 12 ആണ്. അതായത് total 23 button clicks അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. Is there another way to get 5072 using less than 23 button clicks? അപ്പൊ അത് ചോദിക്കുകയാണ്, വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ 5072നെ ഈ 23 ബട്ടൺ ക്ലിക്സിനേക്കാളും കുറഞ്ഞ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് as 5 into 1000, 0 into 100, 7 into 10 and 2 into 1. അപ്പൊ അവിടെ നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് വന്നേക്കുന്നത് 5 plus 7 plus 2 ആണ്. ദാറ്റ് ഈസ് ഓൺലി 40 ബട്ടൺ ക്ലിക്സ് വെച്ച് തന്നെ നമുക്ക് 5072നെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ക്ലിക്സ്. The first question: for the numbers in the previous exercise, find out how to get each number by making the smallest number of button clicks and write the expression. ഇതിന് തൊട്ട് മുമ്പുള്ള ഫിഗർ ഇറ്റ് ഔട്ട് പ്രോബ്ലത്തിൽ കുറെ നമ്പേഴ്സിനെ നമ്മൾ 2 ഡിഫറെന്റ് മെത്തേഡിൽ എക്സ്പ്രസ് ചെയ്തിരുന്നു. അപ്പൊ ആ സെയിം നമ്പേഴ്സിനെ തന്നെ മിനിമം നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് വെച്ച് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? These are the numbers. The first one is 8300. It can be represented as 8 into 1000 plus 3 into 100, and it can be obtained in 8 plus 3, that is 11 clicks. അതാണ് മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് എന്ന് പറയുന്നത്. Now the next one is 40,629. It can be represented as 4 into 10,000, 6 into 100, 2 into 10 and 9 into 1, and it can be obtained in 4 plus 6 plus 2 plus 9, that is total 21 clicks. And the next number is 56,354. That is 5 into 10,000, 6 into 1000, 3 into 100, 5 into 10, 4 into 1, and the total number of clicks is 23. And 66,666, that is 6 into 10,000, 6 into 1000, 6 into 100, 6 into 10 and 6 into 1, and the total number of clicks is 30. And the next number is 3,67,830. That can be expressed as 3 into 1 lakh, 6 into 10,000, 7 into 1000, 8 into 100, 1 into 10 and 3 into 1, and it can be obtained in 28 clicks. The next question: do you see any connection between each number and the corresponding smallest number of button clicks? ഇപ്പൊ നമ്മളിപ്പോ എഴുതിയ ഈ എക്സ്പ്രഷൻസും ആ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സും ആ നമ്പറും ആ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ തന്നെ നോക്കിയേ, in 3,67,830 we get the number of clicks by adding the digits of that number. അല്ലേ? ഇപ്പൊ എല്ലാ നമ്പേഴ്സിന്റെയും ആ ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പം കിട്ടുന്ന നമ്പർ ആയിരിക്കും മിനിമം നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ്. ഇനി ഇതിനേക്കാളും കൂടിയ ബട്ടൺ ക്ലിക്സ് വെച്ച് നമുക്ക് ഒരുപാട് രീതിയിൽ ഈ എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. പക്ഷെ അവിടെ എല്ലാം ഈ ബട്ടൺ ക്ലിക്സ്
കൂടുതലായിരിക്കും. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഈ 28 ക്ലിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ മിനിമം നമ്പർ ഓഫ് ക്ലിക്സ് ഈസ് സെയിം ആസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ. ആ നമ്പറിന്റെ ഡിജിറ്റുകളുടെ സം ആയിരിക്കും സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ് എന്ന് പറയുന്നത്. If you notice, the expression for the least button clicks also give the Indian place value notation of the numbers. Think about why this is so. Smallest number of button clicks കിട്ടാൻ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ആ നൊട്ടേഷൻ എഴുതിയത്. അത് എന്തുകൊണ്ടാണ്? The Indian place value system helps in identifying and differentiating between numbers easily by grouping them into 1000, lakhs, crores, etc. അപ്പൊ തൗസൻഡ്സ് ആയിട്ടും ലാക്ക് ആയിട്ടും ക്രോർ ആയിട്ടും ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. അപ്പൊ ആ പ്ലേസ് വാല്യൂവിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മെത്തേഡിൽ എഴുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മിനിമം നമ്പർ ഓഫ് ക്ലിക്സും നമുക്ക് ആ രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത്രയും സിംപ്ലസ്റ്റ് വേയിലാണ് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്നത്. What if we press the 10 lakh button 10 times? But 10 lakh into 10. 10 into 10 is 100. But 10 lakh into 10 is 100 lakh. We get the number 100 lakh and which is called crore. നമ്മൾ അതിനെ 100 lakh എന്നല്ല വിളിക്കുന്നത്. We call it as crore. 1 crore is written as like this. That is 1 followed by 7 zeros. The table below shows some numbers according to both Indian system and the American system, and it is also called the international system. So in Indian system 1000, after 1000 it is 10,000, then 1 lakh ആണ്. 1000 10,000 കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്ലേസ് വാല്യൂ വരുന്നത് ലാക്ക് ആണ്. ആഫ്റ്റർ ലാക്ക് it is 10 lakh, then crore, 10 crore, 100 crore. 100 crore is also called 1 Arab. In American system, 1000 and 10,000 is also same as like that of Indian system. But after 10,000, it is 100,000 in American system. And after 100,000, it is 1 million, then 10 million, 100 million, and then 1 billion. അപ്പോൾ പിന്നെ അങ്ങോട്ടെല്ലാം ഡിഫറെൻ്റ് ആണ്. 1000ഉം 10,000, വൺസ്, ടെൻസ്, 100, 1000, 10,000 വരെ രണ്ട് സിസ്റ്റവും ഒരുപോലെയാണ്. ആഫ്റ്റർ ദാറ്റ് ഇൻ ഇന്ത്യൻ സിസ്റ്റം ഇറ്റ് ഈസ് 1 lakh, ഇൻ അമേരിക്കൻ ഇറ്റ് ഈസ് 100,000, 10 lakh is 1 million, 1 crore is 10 million, 10 crore is 100 million, and 100 crore is 1 billion. In Indian system, the commas are placed to group the digits in 3-2-2 pattern. അതായത് ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു കോമ, പിന്നെ എല്ലാ 2 ഡിജിറ്റിന് ശേഷമാണ് കോമ വരുന്നത്. But in American system, the digits are grouped uniformly in a 3-3-3 pattern. അതായത് ഫസ്റ്റ് 3 ഡിജിറ്റിന് ശേഷം ഒരു കോമ, പിന്നെ വരുന്ന 3 ഡിജിറ്റിന് ശേഷമാണ് അടുത്ത കോമ. അങ്ങനെ 3 ഡിജിറ്റ്സ് വെച്ചിട്ടാണ് അമേരിക്കൻ സിസ്റ്റത്തിൽ കോമ വരുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് നെയിമിംഗ് യൂസ് ചെയ്യുന്നത് ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽദീവ്സ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യങ്ങളിലാണ്. And the lakh is originated from a Sanskrit word ലക്ഷ. മലയാളത്തിൽ നമ്മൾ ലക്ഷം എന്ന് പറയും. അതേപോലെ ക്രോർ വന്നിരിക്കുന്നത് കോടി. മലയാളത്തിലും we use കോടി, 1 കോടി, 2 കോടി എന്നൊക്കെ പറയുന്ന പോലെ അത് സാൻസ്ക്രിറ്റ് വേർഡ് ആണ്. ആ സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ലാക്കും ക്രോറും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. And American system is also used in many countries. 1 lakh written in number would be 1 followed by 5 zeros. അപ്പോൾ 1 lakh എന്ന് പറയുന്നത് 1 എഴുതിയതിനു ശേഷം 5 zeros ആണ് അവിടെ ഉള്ളത്. And in 1 crore it is 1 followed by 7 zeros. അപ്പോൾ 1 crore വരുമ്പോഴത്തേന് അവിടെ 7 zeros വരും. A lakh is a 100 times a 1000. അപ്പോൾ 1000ന്റെ 100 times ആണ് ലാക്ക് എന്ന് പറയുന്നത്.
and a crore is 100 times a lakh. ആ ലാക്കിന്റെ 100 ടൈംസിനെയാണ് 1 crore എന്ന് പറയുന്നത്. Now 100 times a crore is an Arab or 100 crore. How many zeros does a 1000 lakh have? That is a 1000 lakh. 1000 into lakh. 1000 ന് 3 zeros ഉണ്ട്, ലാക്കിന് 5 zeros ഉണ്ട്. So രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ total number of zeros is 8 number of zeros. Now, how many zeros does a 100,000 have? 100,000 is 100 into 1000. 100, there are 2 zeros, and 1000, there are 3 zeros. So, the total number of zeros is 5. 100,000, that is also same as lakh in Indian place value system. This number can be easily read by placing commas first. That is, in Indian system, it can be read as 9 Arab, 87 crore, 65 lakhs, 1,234. And also it can be read as 987 crore, 65 lakh, 1,234. In international system, it can be read as 9,876,501,234. And here, in figure it out, the first question, read the following numbers in Indian place value notation and write their number names in both Indian and American system. ഇവിടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് നൊട്ടേഷൻ കൊടുക്കണം. അതിനുശേഷം ഇന്ത്യൻ രീതിയിലും അമേരിക്കൻ സിസ്റ്റത്തിലും നമ്പർ നെയിംസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നൊട്ടേഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ നമ്പർ സിസ്റ്റം അനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം അത് റെഡി ചെയ്യുന്നത് ബോത്ത് ഇൻ ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ രീതിയിൽ അതിൻ്റെ നമ്പർ നെയിംസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് നമ്പർ in Indian system, it can be read as 40,50,678. American system ആവുമ്പോൾ we need to put comma in between this 4 and 0. So it can be read as 4,50,678. Now the next number, we need to put commas according to Indian system. So in between 1 and 6, and in between 1 and 2, and in between 4 and 8. And it can be read as 4 crore 81 lakh 21,620. In international system, we need to put comma in between 1 and 6 and in between 8 and 1. So it can be read as 48,121,620. Then the next number, we need to put comma in between 2 and 0, and in between 0 and 2, and in between 2 and 0, and it can be read as 2 crore 22,002. In international system, we need to put comma in between this 2 and 0, and in between this 0 and 0, and it can be read as 20,022,002. For the next number, we need to put comma in between 3 and 5, and in between 8 and 1, in between 4 and 6. And it can be read as 24 crore 68 lakh 13,579. In international system, we need to put comma in between 3 and 5, 6 and 8. And it can be read as 246,813,579. For the next number, we need to put comma in between this 0 and 5, in between these 2 zeros, and in between 4 and 5. And it can be read as 34 crore 50 lakh 543. 1000 in the term illa. So we need to read it as 34 crore 50 lakh 543. In international system, we need to put comma in between this 0 and 5, and in between this 5 and 0. And it can be read as 345,543. And for the next number, we need to put comma in between this 4 and 0, in between 3 and 0,
in between 2 and 0 and in between 1 and 0. And it can be read as 1 Arab 2 crore 3 lakh 4,050. Or it can be read as 102 crore 3 lakh 4,050. In international system, we need to put comma in between this 4 and 0, in between 0 and 3, and in between 1 and 0, and it can be read as 1,20,304,050. So the next question, write the following numbers in Indian place value notation. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമ്പർ 1 crore 1 lakh 1,010. സോ 1 crore 1 lakh 10 lakhന്റെ പ്ലേസിൽ 0 കൊടുക്കുക. 1 lakh 1,010. സോ അവിടെ 10,000ന്റെ പ്ലേസ് ഇല്ല. 1,010. 100ന്റെ പ്ലേസ് ഇല്ല. We need to put only 0 and then 10. This is 1 crore 1 lakh 1,010. Next number 1 billion 1 million 1,001. 1 billion 1 million. 100 million illa, 10 million illa, only 1 million and 1,000. 100,000, 10,000, 1,000 and 1. 100 illa, 10 illa, only 1. So this is 1 billion 1 million 1,001. നമ്മളോട് ഇന്ത്യൻ പ്ലേസ് വാല്യൂ നൊട്ടേഷനിലാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. സോ വി നീഡ് ടു ചേഞ്ച് ദിസ് as 1, 0, 0, 1, 0, 0, 1, 0, 0, 1. Okay, and in Indian place value system, it can be read as 1 Arab 10 lakh 1,001. Now the third one, 10 crore 20 lakh 30,040. 10 crore 20 lakh. So 20 lakh 30,000. 30,040. So there is no 100 place. We need to put 40. This is 10 crore 20 lakh 30,040. Last one, 9 billion 80 million 700,600. So 9 billion 80 million. 100 million illa. So we need to put 0. 80 million 700,000. So 700,600. So this is the number in international system. We need to change this to Indian notation. That is 9, 08, 07, 00, 600. And it can be read as 9 Arab 8 crore 7 lakh 600. The next question, compare and write less than, greater than or equal symbol. So തന്നിരിക്കുന്ന നമ്പേഴ്സ് കമ്പയർ ചെയ്ത് ഈ സിംബലുകൾ കൊടുക്കുക. ലെസ് ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഓർ ഈക്വൽ സിമ്പിൾ. സോ ദ ഫസ്റ്റ് വൺ ഈസ് 30,000 and 3 lakh. 30,000 can be written as 30 into 1,000. That is 30,000 and 3 lakh, in which 3 lakh is greater. So we need to write 30,000 is less than 3 lakh. Now the next one is 500 lakh and 5 million. 500 lakh can be written as 500 into 1 lakh, and 5 million, we know to write the 5 million. So 500 lakh is an 8-digit number and 5 million is a 7-digit number. So 8-digit number is greater than 7-digit number. So 500 lakh is greater than 5 million. Now 800,000 and 8 million. 800,000 is 800 into 1,000. So there are 6 digits, and 8 million in there are 7 digits. 800,000 is less than 8 million. So the next one is 640 crore and 60 billion. 640 crore is 640 into 1 crore, and 60 billion is same as 6,000 crore. So 6,000 crore is greater than 640 crore. That is 640 crore is less than 60 billion. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ
കമന്റ് ബോക്സിൽ ചോദിക്കുക.